ഗൈസ്, ദിസ് ഈസ് മീ ശ്രീവിഷ. സീൽ ടി പ്രസന്റ് സമാക്ക സീസൺ 2 മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി അരിയിൽ യു പി സ്കൂളിൽ തന്നെയാണുള്ളത്. അങ്ങോട്ടേക്ക് പോയാലോ? മക്കളെല്ലാം അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹലോ ഹലോ, ഉഷാറല്ലേ? എല്ലാരും ഉഷാറാണോ? ഫുഡൊക്കെ വന്നിട്ട് കഴിച്ചിട്ടില്ലേ? എല്ലാരും ആന്ന് പറയുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ പാടാൻ റെഡിയാണോ? പാട്ടൊക്കെ ഇഷ്ടാണോ? ഇവിടെ പാട്ട് കേൾക്കുന്നവരുണ്ടോ? ഏത് പാട്ടാ കേൾക്കുന്നേ? അയ്യോ പെട്ടല്ലോ, എല്ലാത്തിനാന്ന് പറഞ്ഞ ഫ്ലോയിലാന്ന് പറഞ്ഞതാണല്ലേ. പാട്ട് കേൾക്കുന്ന ഇഷ്ടാ? ഏത് പാട്ട് ഇവൻ പാടത്തരാൻ പോന്നേ? എല്ലാരും ഒരേ പാട്ടാണോ? ഒരുമിച്ച് പാടുവോ? ആർക്കും മൈക്കേറുണ്ട്? എല്ലാവർക്കും വേണം. അവിടെയാണോ മൈക്ക്? എല്ലാരും ഒന്നിച്ച് പാടൂല്ലേ? പാടിക്കോ. കല്യാണത്തിന് പോണ്ടേ ഏട്ടാ ഏട്ടാ എട്ടുകാലി ചേട്ടാ ഏട്ടാ ഏട്ടാ എട്ടുകാലി ഏട്ടാ പന്തലൊന്ന് പണിയേണ്ടേ പന്തലൊന്ന് പണിയേണ്ടേ കൊത്തി കൊത്തി മരം കൊത്തി 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 മരം കൊത്തി കട്ടിലൊന്ന് പണിയേണ്ടേ കട്ടിലൊന്ന് പണിയേണ്ടേ ഇറുക്കും കള്ളഞ്ഞണ്ട് കള്ള കണ്ണുള്ള വണ്ട് ഇല്ലിക്കാട്ടിലെ ചോളനൂറുമ്പിന്റെ കല്യാണത്തിന് പോണ്ടേ. ഈ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാരെ പഠിപ്പിച്ചെന്നേ? ഏത് ടീച്ചറ്? ടീച്ചറെ ഒന്നിങ്ങ വിളിച്ചേ. ടീച്ചർ ഒന്നിങ്ങ വിളിച്ചേ. ഹലോ, ഇതാണല്ലേ മേഴ്സി ടീച്ചർ? ടീച്ചർ പിന്നിൽ പോയി നിൽക്കുന്നു. എന്ത് പറ്റി? ഇങ്ങനെ വന്നേ ടീച്ചർ, ഒന്ന് കാണട്ടല്ലേ. ടീച്ചർ എവിടുന്ന് വരുന്നേ? ഞാൻ പുളിമ്പറമ്പ്. ആണോ? എത്ര കാലം ഇവിടെ? ഞാനിവിടെ 33 വർഷമായി. ആണ്. അപ്പൊ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ? ബാക്കിൽ നിന്ന് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ടീച്ചർ പറഞ്ഞോളൂ, ഈ എക്സ്പീരിയൻസ്, ഈ നീണ്ട കാലം ഉള്ള ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ കൂടുതൽ കാലം പഠിപ്പിച്ചത് 1ാം ക്ലാസ്സിലാണ്. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികളോടുകൂടെ ആയിരിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അവരെ പോലെ തന്നെ കൊച്ചു കുട്ടികളെ പോലെ തന്നെ പാടാനും കളിക്കാനും ഒക്കെ അവരുടെ കൂടെ തന്നെയാണ്. ഇവരുടെ കളികളൊക്കെ കാണാൻ നല്ല രസമാണ്. സമയം രാവിലെ 10 മണിയായി തുടങ്ങിയാൽ 4 മണിയാവുന്നത് അറിയില്ല അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ. എൻജോയ് ചെയ്ത്. സ്കൂളിൽ വന്ന മാറ്റങ്ങളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങോട്ട് കാണാം. സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ വരുന്ന സമയത്തൊക്കെ താഴെ ഒരു ചെറിയ ക്ലാസ് റൂം എന്ന് വെച്ചാൽ ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പത്തോട്ട് പുതിയ ബിൽഡിംഗ് വന്ന് കുറേ ക്ലാസ് റൂമായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇനി പുതിയ ബിൽഡിങ്, പുതിയ ക്ലാസ് റൂമുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റോഡ്, പിന്നെ പാചകപ്പുര, കമ്പ്യൂട്ടർ ക്ലാസ് റൂം, ലാംഗ്വേജ് ലാബ് എല്ലാം കൊണ്ട് ഒരുപാട് മാറ്റം സ്കൂളിൽ വന്നിട്ടുണ്ടല്ലേ. താങ്ക് യു ടീച്ചർ. ടീച്ചർ ഒന്നിച്ച് പാടണോ? ഏത് പാട്ട് പാടണം ടീച്ചർ ഒന്നിച്ചിട്ട്? മഞ്ഞക്കുഞ്ഞിക്കാലുള്ള പഠിക്കാം. പാടാ അല്ലേ? ടീച്ചർ കൊടുക്കട്ടെ. പഠിക്കോന്ന് ഞാൻ അങ്ങോട്ട് വരാം. ടീച്ചറും പാടണം ഒന്നിച്ച്. റെഡി? ആക്ഷൻ കാണിക്കണം കേട്ടോ. നിങ്ങള് ആക്ഷൻ കാണിച്ച് പാടണേ. റെഡി? പാടിക്കോ. മഞ്ഞ കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാനുള്ളിൽ മോഹമുദിച്ചല്ലോ. പമ്മി പമ്മി പാവം ചുറ്റി നടന്നിട്ടും ഒരു തരി അരിമണി പോലും തിന്നാൻ കിട്ടില്ല. താരക്കുട്ടി അരിമണി വിതറി കുഞ്ഞിക്കോഴി വേഗം വയറ് നിറച്ചല്ലോ. അപ്പൊ അടുത്ത ബാച്ചിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാരും റെഡിയാണോ? റെഡിയാണ്. നമ്മൾ തുടക്കം തന്നെ ഒരു ഗംഭീര തുടക്കം തുടങ്ങാന്ന് വിചാരിച്ച്. സാർ ഒന്നിങ്ങ് വന്നേ. സേറത്തിന്റെ ബാക്കിൽ നോക്കണ്ട, സേറത്തിന്റെ തുടക്കം തൊട്ട് കൗണ്ടർ അടിക്കാനും ഒരുമിച്ച് നിൽക്കാനും കിട്ടിയൊരു സാറാണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ കണ്ടു. സാറിനെ വിളിച്ച് സംസാരിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. ഇതാണ് ബാബു സാർ അല്ലേ?
നമ്മളാണ് ബാബു സാർ. എന്തായാലും കുഴപ്പമില്ല സാർ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. തുടക്കം തൊട്ട് ഒന്നിച്ചുണ്ടല്ലേ സാർ? നേരത്തെ ഒരു ടീച്ചർ പറഞ്ഞു വിട്ടില്ലേ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട്, അത് ഈ സാർ ആയിരുന്നു കേട്ടോ. കാവാലിയെ സജസ്റ്റ് ചെയ്ത സാർ ഈ സാറാണ്. കുട്ടികൾ നമുക്ക് പാട്ട് മാത്രം പോരാ, നമുക്ക് കുറച്ച് കലാപരിപാടികൾ എക്സ്ട്രാ വേണം അല്ലേ മക്കളെ? റെഡിയാണോ? സാർ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്നാണല്ലോ. എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. സാർ എന്താ പറഞ്ഞേ? ഞാൻ കുട്ടികളോട് നല്ല എനർജി ആയിട്ട് പാട്ട് പാടാൻ തുടങ്ങി. എനർജി ആയിട്ട് ഞാനും ഒപ്പം പാടാം. അതുപോലെ നമ്മള് മദർ പീഡിയന്റെ നല്ല പാട്ടുകാരുണ്ട്, എല്ലാം പാട്ടുകാരുണ്ട്, എല്ലാരും പിടിക്കുന്നുണ്ട്. നമ്മള് പാട്ട് പാടുന്നവരുണ്ട്. നമ്മളെല്ലാരും പിടിക്കാം, എല്ലാരും പിന്നിലുണ്ടാവും, അണിയറയിലുണ്ടാവും. സെറ്റ്. അതുപോലെ സാർ നമ്മൾ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാൾ കൂടിയാണ്. നേരത്തെ ഇടയ്ക്ക് ഒരു സാധനം പ്രത്യേകം എടുത്ത് പറയും ചെയ്യും, ഇന്ന എപ്പിസോഡ് ഇങ്ങനെ പറഞ്ഞില്ലേ, കേട്ടോ ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മളെ എപ്പിസോഡ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ കിട്ടിയല്ലോ. എന്തായാലും പാട്ട് പാടാൻ സാർ പറഞ്ഞു, ഒരു ഗെയിം എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഒരു പാട്ട് കേൾക്കാം അല്ലേ? കുട്ടികളൊന്നും ചെയ്ത് പാട്ടാ പാടുവാ? എടാ നീ നേരത്തെ ഒരു പാട്ട് പാടിയില്ലേ? വന്നേ ഇങ്ങ് വന്നേ. അവനായിരുന്നു ഒറ്റക്ക് പാട്ട് പാടുന്നുണ്ടായിരുന്നു. സാറിന്റെ പേര് നിന്ന് പാട്ട് പാടിയത് ഏതായിരുന്നു പാട്ട്? എടാ മറക്കല്ലേ, എടാ ഏത് പാട്ടായിരുന്നടാ? അവൻ ഏതായിരുന്നു? വാർമതി, പൈങ്കിളി. അത്. അയ്യോടാ ഏതാ പാട്ട് പോനെ? എന്നോടും കൂടി ഒന്ന് പറയടാന്ന്. എടാ പറഞ്ഞെടുക്കടാ. വാനണി നനക്കിലെ വാർക്കണ്ണ വാരണിക്കോ കൈപ്പിടി നനക്കിലെ വാങ്ങണ ഏതണിക്കോ ഞാങ്കാലി ഒത്തമാസേച്ച് ഇപ്പൊ ഞാങ്കാലി. നമ്മളെ ഡയറക്ടറിന്റെ റിംഗ് ടൂൺ ആണ് കേട്ടോ ഈ പറഞ്ഞ സാധനം. ഇത് പാട്ട് പാടാൻ വന്നതാണോ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കാൻ വന്നതാണോ? അതിനു മുമ്പ് ഫുൾ സപ്പോർട്ടറാണ്, അത് മനസ്സിലായി നമുക്ക്. പക്ഷെ സാറിനൊക്കെ ഉണ്ട്, നമുക്ക് ഗെയിം കളിപ്പിച്ചാലോ? എന്നാ ഒരു കുട്ടി ഇങ്ങ് വന്ന് ഏതാ ക്ലാപ്പ് ബാക്കെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാരെയും വൈകാതെ തന്നെ വരും അങ്ങോട്ട്. സാർ ഇവിടെ പോവാണ് സാറ്. മക്കൾ ഏതെങ്കിലും ഒരാളിങ്ങ് വന്നേ, നല്ല സ്മാർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ഒരാള് ആര് വരും? വന്നോ? ഞാനില്ലേ, ഞാൻ ഒന്ന് തിന്നൂല. ഇങ്ങ് വാ. സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ചോദിക്കൂലോ? സ്മാർട്ടായി ചോദിക്കൂലേ? ഞാൻ ഏറ്റേന്ന്. സാർ എവിടെ? ഇങ്ങ് വന്നേ. അവിടെ ഇവിടെ വാ, ഇവിടെ വന്നേ. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാന് എന്ത് ചെയ്യും, മോളൊരു അക്ഷരം തരും. പിന്നെ മോൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം വെച്ച് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റെഡിയാണോ മോളെ? മോൾക്ക് സാധനം മനസ്സിലായില്ലേ? ഉത്തരം പറ. ആ അക്ഷരം വെച്ച് മാത്രം ഉത്തരം പറയണം. മോള് റെഡിയാണോ? ഏത് അക്ഷര കൊടുക്കാൻ പോന്നെ? ഇതെല്ലാം മായാണല്ലോ. അപ്പൊ അപ്പൊ സാർ മായാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്താ പേര്? മധു. അടുത്ത് ചോദിച്ചോ. വീട്ടില് മാതാപിതാക്കളുണ്ട്. മധു. മാധവി. സാധനം. ഇഷ്ടപ്പെട്ട ഫുഡ്? മസാല ദോശ. ഇഷ്ടപ്പെട്ട കറി? മത്തിക്കറി. ടഫ് ചോദിക്ക. ടഫ്. എവിടെ പോകാൻ ഇഷ്ടം? മലമ്പുഴ. ഇവിടെ എന്തിനു വന്ന്? ഇവിടെ എന്തിനാ വന്ന? മക്കളെ കാണാൻ. മാ വേണ്ട. വേറെ കൊടുക്കണോ? അല്ലെന്ന് ഇവൻ ചോദിക്കട്ടെ അല്ലേ? നീ വാടാ ചോദിക്കടാ. നീ വരുന്നോ? ആരാ നന്നായി ചോദിക്കുവതില്ലേ? ഓന് ഇങ്ങ വന്നെന്നാല് വാ. ഏതാ ചോദിക്കണ്ടേ? അതിപ്പോ നേരത്തെ ചോദിച്ചെന്നെ. അതിനെ ചോദിച്ചോ. ഏത് അക്ഷരം കൊടുക്കുന്നേ? ഹായാണ് സർ. ചോദിച്ചോ ക്വസ്റ്റ്യൻ. എന്താ പേര്? ഹരീഷ്. വിചാരിച്ചു ഹരീന്നാണ് വിചാരിച്ചത്. എന്താ ഭക്ഷണം? ഇഷ്ടപ്പെട്ട ഭക്ഷണം? ടഫ് ചോദിക്കടാ. ഹലുവ. എന്റെ പൊന്നോ, എങ്ങനെയാ കിട്ടുന്നെന്തോ. അടുത്ത ചോദിക്ക്. ടൂർ പോകാൻ ഇഷ്ടം? എടാ വേറൊന്നും പറയല്ലടാ. ഹൈലാൻഡ് പോവാനാണ് എനിക്കിഷ്ടം. ഹൈലാൻഡ് പോയി എന്ത് ചെയ്യും ചോദിക്ക്. ഹൈലാൻഡിൽ പോയ എന്ത് ചെയ്യും? ഹരിതഭംഗി. എന്റെ പൊന്നു സാറ് എങ്ങനെ സാധിക്കുന്നു? എന്താ താങ്ക് യു. ചെല്ലടാ. പോരേന്നൊക്കെ. സാറിന്റെ പാട്ട് ബുദ്ധിമുട്ടുണ്ടാ? എന്തായാലും കുഴപ്പമില്ല. സാർ അടിപൊളിയാട്ടോ, ഭയങ്കര എനർജറ്റിക് ആയി നിൽക്കുന്ന സാറാ. താങ്ക് യു സോ മച്ച്. അടുത്ത ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാച്ച് റെഡിയാണോ?
റെഡി. ഇത് 5th സ്റ്റാൻഡേർഡ് അല്ലേ? അപ്പൊ ഇത്ര എനർജി പോരാ. ഇത്ര എനർജി പോരാന്ന്. അത് മതി, അത് ഓക്കെ. ഇതേ ലെവൽ പിടിച്ചോട്ടാ. റെഡിയാണോ? എന്താ വേണ്ടേ? നിങ്ങൾ ഗെയിംസ് കളിക്കണോ? എടാ എന്തെങ്കിലും അഭിപ്രായം പറയുന്നേ, ആ മാത്രം പറയല്ലേ. ഗെയിംസ് വേണോ പാട്ട് വേണോ? ഗെയിംസ്. പാട്ടുകാരൊന്നും ഇല്ലേ ഇവിടെ? ഉണ്ടോ? പാട്ടുകാരുണ്ട്. ആരാ പാട്ടുകാര്? പാടുവോ? ഇനി വന്ന്. എടാ ടീച്ചർ അല്ലടാ. വാ. ഞാനല്ല പിന്നേറെ നീ വന്ന്. എടാ അങ്ങോട്ട് പോയല്ലേ, ക്യാമറ നീ തിന്നാൻ പോവാണോ? ഇവിടെ നിക്ക്. പേരെന്താ? മിലൻ. ഏത് പാട്ടാ പാടിത്തരുവാ? ഏത് വേണമെന്ന് പറ. ഏത് വേണം? ഏത് ഫിലിം സോങ് പോരെ? ഏത്? ആര്? പൂത്തുമ്പി. അത് എവിടെന്നാ വന്നത്? പൂത്തുമ്പി പാടുവോ? എന്നാ നീ സെലക്ട് ചെയ്യല്ലേ, നല്ല നല്ലത് അല്ലേ? പാടിക്കോ. ഏതാ പാട്ട്? ടപ്പ് ടപ്പ് ജാനകിയാണോ വേണ്ടത് നിനക്ക്? അതായിരിക്കും വേണ്ടത്. ടപ്പ് ടപ്പ് ജാനകി മതിന്ന്. ഏത് പാടും? അന്ന് ഏതൊക്കെ പാടിക്കോ മൈക്കുന്ന? മാണിക്ക മലരായ പൂവി മഹതിയാം കാന്തി ജബീബി മക്കയെന്നോ പുണ്യനാട്ടിൽ വിലസിടുന്നാരി ഹാത്തിമുന്നബിലെ വിരിച്ച് കച്ചവാടത്തിനലച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു. താങ്ക് യു. നന്നായിട്ടില്ലേ? ഇനി ആള് പാട്ട് പാടില്ലേ? വാ. ഏത് പാട്ടാ പാടുന്നേ? മാപ്പിളപ്പാട്ട്. നമുക്ക് മാപ്പിളപ്പാട്ട് കേട്ടോ. പേരെന്താ? ആയിഷ കുട്ടിയുടെ മാപ്പിളപ്പാട്ട്. ഷജറുകൾ തരമാ സലാമിന്റെ സുഹൃതം താരം ഗുരു ഷറഫുടെ നീതി മതി സന്തോഷപ്പൊന്നുൽ ചന്തം മുന്നില സുന്ദരി ചന്ദ്ര ശോഭി സൂര്യ പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന് സുഗന്ധി വള്ളി മികந்து പുകந்து കരി പിറന്തി നബിക്കുമ്മ ഫാത്തിമത്ത് സുഹറ മെച്ചമി ലക്ഷണം വച്ചൊരു റോജ മിക മിക തീക തീക സഖിയാലി ഹോജ തരുൾ തരുൾ ബുഷറ നബി തൻ തമ്പൊരു മകൾ സുഹറ സുഹറ ബത്തൂസാക്കിയറാലിയ ഷജറുകൾ തരമാൾ സലാമിൻ്റെ സുഹൃതം താരം ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പന്തുൽ ചന്തം മുന്നില സുന്ദരി ചന്ദ്ര ശോഭി സൂര്യ പൊരുൾ കസൂറ മഹീനക്കാരാടിൻ്റെ കഷണമെണ്ടാരുളിയുടെ മഹിമർ തരുമത ഉലകങ്കു വെളിപ്പേ തരുമ്പോൾ മതവിധി തരം തേനടിമൂടി ഈ തിരുഗുരു അവരാൾ പുകൾ മഹിള മുത്തുസുജൂതിലാണ്ടേ പിത്തന ഇട്ടോ നീണ്ടേ ഉട്ടക്കുടുകമടുണ്ട് ശിരമിരിട്ടെ മുത്തുസുജൂതിലാണ്ടേ പിത്തനിട്ടോ നീണ്ടേ ഉട്ടക്കുടുകമുണ്ട് ശിരമിലിട്ടെ നടത്തുന്ന നടപടി എതിർത്തുന്ന അതിമുഖി എടുത്തു വികൃതമേ കടത്തിലയായി പാടിച്ചട്ട കൊടുത്തിട്ട് പുതുമരം ചമയ്ത്തിട്ട് പുറത്തു കൂടിടലായി അലിപൊളി പൊവിക്കിണങ്ങുവതായി സുഹൃബത്തൂസാക്കിയറാലിയ ഷജറുകൾ തരമാ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പൊന്തുൾ ചന്തം മുന്നിന സുന്ദരി ചന്ദ്ര ശോഭി സൂര്യ പൊരുൾ കസുറ സഹനത്തിൻ വിളക്കായി ഓളിലങ്കി തിളങ്ങി സമതിൻ്റെ അരുൾപ്പാടി ഇബാദത്തിൽ വിളങ്ങി പിണക്കം ഇണക്കമേ വിറുതും ഉറുതികൾ പരിമളർ സഹറായി കതിർ സുഹറ കട്ടിൽ പാത്രമുണ്ടേ അട്ടുതിരിക്കാലുണ്ടേ ഉപ്പ കൊടുത്തത് കൊണ്ടേ പോർക്കബുദേ കട്ടിൽ പാത്രമുണ്ടേ അട്ടുതിരിക്കാലുണ്ടേ ഉപ്പ കൊടുത്തത് കൊണ്ടേ പോർക്കബുദേ സുവർഗ സിരികളിൽ അതിർപ്പം തികന്തവ സുവിധ കാറ്റാടുങ്ങൾ അളുതവല്ലായി സുഗന്ധരം നബിക്കാതിൽ ആര് വിട്ടു പോരുള്ളാതെ അളുതളുതിടലായി ചിരിയുമ സൊഴുതുന്ന എന്തിടലായി
ഷജറുകൾ തരമാ സലാമിന്റെ സുഹൃത്തം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പൊന്നുൽ ചന്ദം മുന്തിര സുന്ദരി ചന്ദ്ര ശോഭി സൂര്യ പൊരുൾ കസുറ അഹമ്മദ് പുണർന്ന് സുഗന്ധി വള്ളി മികந்து പുകந்து കനി പിറന്തി നബിക്കും ഫാത്തിമത്ത് സുഹറ മെച്ചമി ലക്ഷണം വച്ചൊരു റോജ മികമി കത്തി കത്തി കസകിയാലി ഹോജ തരുൾ തരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹറ. താങ്ക് യു. അപ്പൊ നിങ്ങളൊരു ഫേവറേറ്റ് ടീച്ചറെ വിളിച്ചാലോ? നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ ആരാ? എല്ലാവർക്കും ഒരുപോലെ ഫേവറേറ്റ് ടീച്ചർ ആണോ? ആണോ? ടീച്ചർ ഇഷ്ടപ്പെടുന്ന കാരണം എന്താ? ടീച്ചർ നിങ്ങൾ വന്നേ. ടീച്ചർ ജോളി ടീച്ചർ, ജൂലി. ഇവിടുന്ന് ജോലി അല്ലേ? ജൂലി അല്ലേ? എത്ര കാലം ഇവിടെ? ഞാന് 22. എക്സ്പീരിയൻസ് എന്താണ് ടീച്ചർ? ഗുഡ് എക്സ്പീരിയൻസ്. ഇത്രയും കാലം ഉണ്ടായതിൽ സ്കൂളിൽ വന്ന മാറ്റങ്ങളും നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്കൂളിൽ ആദ്യം വരുമ്പോൾ ഈ ബിൽഡിങ്സ് ഒന്നുമില്ല, താഴത്തെ കഞ്ഞിപ്പുര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഫസ്റ്റിൽ വരുമ്പോൾ 7th സ്റ്റാൻഡേർഡ് കിട്ടിയാന്ന് ചിണ്ടൻകുട്ടി മാഷായിരുന്നു അച്ഛമ്മായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അതിൽ വല്ലാത്തൊരു ഫീലിങ്ങിലായിരുന്നു, ഒരു വിഷമം പോലെയാണ് വന്നത്. കാരണം ഇത്രയും ദൂരം, ഞാൻ തലശ്ശേരിയാണ്, തലശ്ശേരി പോയി വരേണ്ട വിഷമവും അങ്ങനെയൊക്കെ ഒരു വിഷമമാണ്. പിന്നെ പിന്നെ വന്ന സമയത്ത് ഈ സ്കൂളിൽ നിന്ന് പോകാൻ തോന്നില്ല. അങ്ങനെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻസ്, പിന്നെ ഈ ഓരോ മണൽത്തരി നമുക്കൊരു അറ്റാച്ച്മെന്റ് തരുന്നത് പോലെ. പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു, ഇവിടെ തന്നെ വാടകയ്ക്ക് വീട് വെച്ചു. അങ്ങനെ ഇവിടെ തന്നെ കൂടി. പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്, ഇച്ചിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, എന്നിരുന്നാൽ എല്ലാരും നല്ല മക്കളാണ്. ടീച്ചർ മക്കളൊന്നും വെച്ച് പാട്ട് പാടുന്നോ? കിട്ടുമോ? ഇനി പാടാല്ലേ? പാടുന്നോ? ടീച്ചർ പാടിക്കോ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു ഇളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൽ കഥ പറയാം. മഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലായി തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്നു കാറ്റിൻ്റെ ഓളങ്ങളെ. ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി, പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. താങ്ക് യു. നന്നായിട്ടുണ്ട് ടീച്ചറെ. എന്തായാലും ചോദിച്ചില്ലെങ്കിൽ അത് മിസ്സായി പോവായിരുന്നു അല്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ? താങ്ക് യു. കുസൃതി ചോദ്യം നേരിടാൻ വേണ്ടി അടുത്ത ടീം റെഡി ആയിട്ടുണ്ട്. റെഡിയാണോ? കുസൃതി ചോദ്യത്തിന്റെ ആളാണോ? ഇവിടെ പറയുന്നുണ്ടായല്ലോ കുസൃതി ചോദ്യം ഇഷ്ടാണ് എന്നൊക്കെ. ആരാണ്? ആണോ? കൊറേ കണ്ടുവച്ചിട്ടുണ്ടോ? ചോദിക്കുന്ന ഉത്തരം പറയും അല്ലേ? അപ്പൊ തുടങ്ങല്ലേ? ഞാൻ തുടങ്ങട്ടെ? നിങ്ങൾക്കൊന്നും ഉഷാറില്ലാത്ത തുടങ്ങട്ടെ? ഓക്കെ. നിങ്ങളോ? വഴുപ്പുള്ള രാജ്യം. വഴുപ്പുള്ള രാജ്യം. ആൻസർ വിളിച്ചു പറയാൻ പാടില്ല. കൈ നോക്കി കഴിഞ്ഞാല് മൈക്ക് തരും. അവിടെ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. വയനാടല്ല, രാജ്യടാ. ഗ്രീസ്. കറക്റ്റ് ആൻസർ. ഒന്നിട്ട് പറഞ്ഞേ. ഗ്രീസ്. ഗ്രീസ്. അവിടുന്ന് ആള് പറഞ്ഞെടുത്തേ. പറഞ്ഞിട്ടില്ല. പേരെന്താ? ധനുർവേദ്. ധനുർവേദ് പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്. ഗ്രീസ്. ഓക്കെ. അടുത്ത് ചോദിക്കട്ടെ. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി.
ഇനി ഇത് സിറ്റി ഏതാന്ന് ആലോചിക്കണ്ട. കുസൃതി ചോദ്യമൊക്കെ എടുക്ക്, കുസൃതിയായിട്ട് ആൻസർ പറ. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏതാ? തൊട്ടാൽ ചലിക്കുന്ന സിറ്റി അറിയോ? അറിയോ? ഞാൻ പറയണോ? അറിയോ? ഇലക്ട്രിസിറ്റി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ മുമ്പിൽ ടീച്ചർ വിളിച്ചാലോ? വിളിക്കട്ടെ? ഞാൻ 2 ഓപ്ഷൻ തരാം. ഓക്കെ? ആ കാണുന്ന ഈ സയാമി സെരട്ടകളെ പോലെ നിൽക്കുന്ന 2 ടീച്ചേഴ്സിനെ കണ്ടോ? ആ മഞ്ഞയും ആ നീലിയും. അതിൽ നിന്ന് ആർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് പണി കൊടുക്കണം? ആർക്ക്? ടീച്ചർ ഒന്ന് വന്നേ. ബാന്നൊക്കെ ആരാ ബാന്ന് പറഞ്ഞേ? ഞാൻ. അപ്പൊ സന്തോഷായോ? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഇനി ഒന്നും വേണ്ട എനക്ക് അല്ലേ സർ? അല്ലേ സാറൊന്നും പറയാത്ത. അപ്പൊ നമ്മൾ ഒരു കാര്യം കൊണ്ട് ബാബു സാറിന്റെ വൈഫ് ഇവിടെ ഉണ്ട് കേട്ടോ, വൈകാതെ പരിചയപ്പെടാം. അപ്പം ടീച്ചർ എവിടെ നിന്നായിരുന്നേ? ഞാന് സ്വന്തം സ്ഥലം കണ്ണൂരാണ്. കണ്ണൂർ എവിടെ? കണ്ണൂര് ജില്ലാ ഹോസ്പിറ്റലിന്റെ അടുത്ത്. ആയിക്കര. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചർക്ക് എന്ത് പണി കൊടുക്കണം? ഓ ഇവ നമ്മളെ ഗെയിം തവളച്ചാട്ടെന്നൊക്കെയാണോ? എന്ത് ആണോ? തവളച്ചാട്ടെന്നൊക്കെ. അപ്പൊ നമ്മളെ ഗെയിം കാണാറുണ്ടോ? അപ്പൊ അത് കൊടുത്താ മതിയോ? ടീച്ചർക്ക് മനസ്സിലായത് ഗെയിംന്ന്? എടാ നീ ഇങ്ങ് വന്നേ. നീ വാന്ന്. അവനാന്ന് അത് കൊടുത്തോന്ന് ഇങ്ങോട്ട് വരാ. അതന്നെ കൊടുക്കും എന്തായാലും. എന്താ സംഭവം നടക്ക്? നീയല്ലേ പറഞ്ഞ അക്ഷരം കൊടുത്തിട്ടുള്ള ഗെയിമെന്ന്? അറിയോ? എന്നാ പറ. അതെന്താന്ന് പറഞ്ഞു കൊടുക്ക്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം വെച്ചിട്ട് പറയണം. അപ്പൊ ആരാണ് ടീച്ചറെ ചോദിക്കാൻ വേണ്ടി വരുന്നേ? നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരിക്കണം. ആരാ? വാ. അടാ അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പൊ അക്ഷരം കൊടുത്തോ. അപ്പൊ ടീച്ചർക്ക് മൈക്ക് കൊടുക്കാം. അപ്പൊ അക്ഷരം ഏത് കൊടുക്കുന്നു? ഗ. ഗംഗേന്റെ ഗായാണോടാ? വേണ്ടടാന്ന്. ചോദിച്ചോ. ടീച്ചർ വീടാണ് തമിഴ്നാട്. പേര് ചോദിക്കും. പേരെന്താ? തങ്കമ്മ. തങ്കമ്മ. വന്നേ? എങ്ങനെയാ വന്നേ? തോണി തോണിയില്. സോറി പറയില്ല. തമിഴ്. ചോദിക്കേ. നല്ലതാണ്. നല്ല ക്വസ്റ്റ്യൻ ചോദിക്കേ. നല്ല ചോദിക്കേ. എത്ര വയസ്സായി? 99. എന്താ ഫുഡ് കഴിച്ച? തൈര് സാദം. തമിഴ്നാടിനാണല്ലോ അല്ലേ? പഠിപ്പിക്കുന്നു. ആലോചിക്കല്ലേ? പറയൂ. വേഗം. ഇല്ല. ടീച്ചർ പെട്ടു. അമ്മേന്റെ പേരെന്താ? തനുവിന്റെ മോൾ തങ്കമണി. തങ്കപ്പൻ. തങ്കപ്പന്റെ മോൾ തങ്കമണി. ജോലി തീവണ്ടി ഡ്രൈവർ. അപ്പൊ ഓക്കെ, ടീച്ചർ എന്തായാലും തോറ്റിട്ടില്ല. ജയിച്ചു. അപ്പൊ ഒരു ക്ലാപ്പ് കൊടുത്ത ടീച്ചർക്ക്. അപ്പൊ താങ്ക് യു സോ മച്ച് ടീച്ചർ. നല്ല എന്റർടൈൻ ചെയ്ത് പോയി. അപ്പൊ ഓ എന്താ ഉഷാർ. ഒരു ടീച്ചറും കൂടി പണിയെടുക്കും. നമുക്ക് കൊടുക്കാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ടീച്ചറെ വിളിച്ചാൽ മതിയോ? അപ്പഴത്തേക്ക് ടീച്ചർ വന്നു. പണി ഇങ്ങ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഇതാക്കാമ. ടീച്ചറുടെ പേര് സോന. അപ്പൊ സോന ആരാ? ആ ടീച്ചർ നമുക്ക് കിട്ടി. നമ്മൾ കൊടുത്തിട്ടിരുന്ന വയറ് നിറച്ച ആളാണ് ആ വ്യക്തി. അപ്പൊ ടീച്ചർ എത്ര വർഷമായി ഇവിടെ? 2011 മുതൽ. ടീച്ചർക്ക് ആർക്കാ പണി കൊടുക്കണ്ടേ? ആർക്ക് കൊടുക്കണം?
ഈ ടീച്ചറുകാരൊക്കെ പേടിയാണോടാ? പിന്നെന്തേ? പാവൻ ടീച്ചറാ. അപ്പൊ എന്താ പണി കൊടുക്കുന്നേ? അക്ഷരം കൊടുത്തോ? ഞാൻ കൊടുക്കണോ? സ്കൂൾ ലീഡർ ഇങ്ങ് വന്നേ. വാ എടാ, കുറച്ചൊക്കെ അങ്ങോട്ട് നിക്കാ. നേരത്തെ നിന്നാ മാതിരി. ഓക്കെ, എന്നോട് കൊടുക്കാനാ പറഞ്ഞത്. ടീച്ചർക്ക് ഏത് അക്ഷരം കൊടുക്കണം? ഷാ. ടീച്ചറുടെ പേരെന്താ? ഷാനിമ. എവിടുന്ന് വരുന്നു? ഷില്ലോങ്. രാവിലെ എണീച്ച എന്താ ചെയ്യാറ്? രാവിലെ എണീച്ച എന്താ ചെയ്യാറ്? ഷട്ടിൽ കളിക്കും. ഷട്ടിൽ കളിക്കും രാവിലെ എണീച്ചപാട്. ഇവിടെ വന്നപാട് എന്താ ചെയ്യാറ്? ഷാഫി ഓഷോട് സംസാരിച്ചു. ഓ അപ്പൊ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ഷോ വെറുതെ ഒരു ഷോ വേണ്ടിട്ട് വന്നത്. ഓക്കെ, പിന്നെന്താ ചോദിക്കണ്ടേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ മക്കള്. ഓക്കെ, ബൈ, സീ യു. എല്ലാരും ടാറ്റ പറഞ്ഞു. ടാറ്റാ. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. എല്ലാരും കുറച്ചുകൂടി അങ്ങോട്ട് പോകും. നേരത്തെ നിന്നവർ നിക്കോ? റെഡി അല്ലേ? കൊടുക്കാലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം? എടാ, ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം? മലപ്പുറം. അല്ലടാ, കുസൃതി ചോദ്യടാ. ആരാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? വൃന്ദാവനൊന്നുമല്ലടാ, വേറെന്തോ കേട്ടില്ല. എവിടെ? അല്ല, മാനൊന്നല്ല. ഞാൻ ജിമോളാ. വിമാനം. ഞാൻ പറഞ്ഞ ആൻസർ ഭവനമാണ് കറക്റ്റ് ആൻസർ. പേരെന്താ? ഫാത്തിമ. ക്ലാപ്പ് ചെയ്ത്. 28 ദിവസമുള്ള മാസം ഏതാ? എല്ലാ മാസവും ഉണ്ട്. അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. ആരും ഇഷ്ടപ്പെടാത്ത പ്രായം? ആരാ ഫസ്റ്റ് പറഞ്ഞേ? അഭിപ്രായമാണ് കറക്റ്റ് ആൻസർ. പറഞ്ഞു മോളാട്ടോ പറഞ്ഞേ. ഫസ്റ്റ് പേരെന്താ? ഫാരിസ. എനിക്ക് ക്ലാപ്പ് ചെയ്തേ. ഇനി ആൻസർ പറഞ്ഞ എല്ലാരും ഫ്രണ്ടിലോട്ട് വന്ന് ആൻസർ പറഞ്ഞ ആൾക്കാര് വാ. അതെ, ടീച്ചർ അല്ലടാ, ഏച്ചിയടാ. ആൻസർ പറഞ്ഞ ആൾക്കാരും ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ വന്ന് നിന്നേ. വാ വന്ന് നിക്ക. ഇനി ആരും ആൻസർ പറയാൻ പാടില്ല. ഇനി അടിയാക്കല്ലടാ. അഭിപ്രായം പറഞ്ഞിന്. അല്ല, ഇവനെന്താ പറഞ്ഞേ? അല്ലല്ല, നേരത്തെ ആൻസർ എനിക്ക് പറഞ്ഞാ. അഭിപ്രായമല്ല, വേറെ ആൻസർ പറഞ്ഞാ. ഗ്രീസ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞ. പിന്നെ വേറെ പറഞ്ഞേ? അഭിപ്രായം അവളാ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല. ഇവരിൽ ആരും ആൻസർ പറയാൻ നോക്കാം. എഴുതാൻ പറ്റുന്ന ഡ്രസ്? കറക്റ്റ് ആൻസർ, അഡ്രസ്. ക്ലാപ്പ് ചെയ്ത് എല്ലാരും. ഫോണായിട്ട് നോക്കട്ടെ. ഗിഫ്റ്റ് കൊടുക്കട്ടെ? താങ്ക് യു. അപ്പൊ ഇതാ നമ്മളെ ടീച്ചേഴ്സിനെ എല്ലാരും ഒന്നിച്ച് കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം. ഹലോ, സാറിന്റെ പേര്? അസ്ലം. എന്താ ഇവിടെ എടുക്കുന്നത്? ഇവിടെ ഉറുദു അധ്യാപകരാണ്. കണ്ണൂരാണ് സ്വദേശം. ഇതിപ്പം എത്ര കാലം പറഞ്ഞേ? കണ്ണൂർ കാലം പറഞ്ഞിട്ടില്ല, കണ്ണൂരാണ് സ്വദേശം. ഇവിടെ ഉറുദു അധ്യാപകനാണ്. ഉറുദു പഠിപ്പിക്കുന്നത്. 8-9 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നതാണ്. പരിചയപ്പെട്ടതാണ്. സോന, ഞാൻ ലീവ് വേക്കൻസിൽ വന്നതാണ്. ഒരു മാസം. ടെൽസി തലച്ചമ്പരാണ് സ്വദേശം. ഇവിടെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഞാൻ ജൂലി, ഇവിടെ 5ാം ക്ലാസ് പഠിപ്പിക്കുന്നത്. തലശ്ശേരിയാണ് സ്വദേശം. ഇവിടെ വാടകയ്ക്ക് നിൽക്കുന്നു. എൻ്റെ പേര് ജിജി. ഞാൻ 2 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. സനില, ഡാൻസ് മാസ്റ്റർ വിക്രം.
എടുത്ത ചൂട്ടാട് ആണല്ലേ? 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. 3ാം ക്ലാസ്സില്. മഞ്ജുഷ കരിമ്പോ സംസ്കൃത അധ്യാപകൻ. സാർ തഗ്ഗാട്ടോ. ഞാൻ മേഴ്സി, പുളിമ്പറമ്പില് താമസം, 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. 1ാം ക്ലാസ്. 33 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നു. 33 വർഷമായി. ഞാൻ വിജയ 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. ഞാനും 30 വർഷമായി ഇവിടെ അല്ലേ? ഞാൻ മോളി 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്. നെരുവമ്പലത്ത് നിന്ന് വരുന്നു. ഓക്കെ. ജിഷ KG ടീച്ചറാണ്. ടീച്ചറാ. പ്രിയ പ്രീ പ്രൈമറി ടീച്ചറാണ്. 8 വർഷമായി. 8 വർഷമായി. ആഷ്ന പരിയാരത്തിൽ നിന്നാണ് വരുന്നത്. 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. 3ാം ക്ലാസ്സിൽ. ആദിത്യ അടിയിലാണ്. IT. ലിജി കണ്ണൂരാണ് സ്വദേശം. ടീച്ചറെ പരിചയപ്പെട്ടതാണ് നമ്മള്. പരിചയപ്പെട്ടു. സോഷ്യൽ. റിയ കണ്ണൂരാണ് വീട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ് ടീച്ചർ. കണ്ണൂർ എവിടെ? കണ്ണൂര് തയ്യിൽ എന്ന് പറയും. എൻ്റെ പേര് ഷീബ ലിയോൺ. വീട് തലശ്ശേരി ധർമ്മടത്താണ് വീട്. പിന്നെ ഷാഫി നേരത്തെ പറഞ്ഞിരുന്നു, പാപ്പനശ്ശേരി സ്ഥലം. പാപ്പനശ്ശേരി അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്റെ പേര് ശ്രീവിഷ. സർ, ആ സാറ് തന്നെ വിളിക്കാം അല്ലേ? ഒരു ടങ് ട്വിസ്റ്റർ കൊടുത്താലോ സാറിന്? സാറ് ഓരോരാളെ പരിചയപ്പെടുമ്പോ ആടുന്ന ഓരോ ട്രോൾ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ആണല്ലേ? അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ പോകുമ്പോ ഞാൻ കേൾക്കുന്നുണ്ടത് ഓരോ അവിടുന്ന് സാധനം വരുന്നത്. വേണ്ടായിരുന്നു എന്നൊക്കെ. സാർ നിങ്ങൾ വന്നേ സാർ. ക്യാമറ ഒന്ന് കറക്റ്റ് ഫോക്കസ് കൊടുത്തോട്ടെ സാറിന്റെ കയ്യില്. ടങ് ട്വിസ്റ്റർ തരട്ടെ? വേറെ എന്തെങ്കിലും. അപ്പൊ ടങ് ട്വിസ്റ്റർ തന്നെ കൊടുക്കാം. ടങ് ട്വിസ്റ്റർ അതാവില്ല. മറ്റേത് കൊടുത്താൽ മതിയോ? അതേതാ മറ്റേത്? അതേതാ മറ്റേത്? എനിക്ക് പറയണോ? ഏതാ മറ്റേത്? അല്ല സാറിനോട്ട് അതേതാ മറ്റേത്? സാർ പണി കൊടുക്കോ? അതെന്താണ് സാർ? ഈ സാറിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ കൂട്ടത്തിൽ ആരാ ഉള്ളത്? എല്ലാരും പിടിച്ചു വെക്കുന്നു. സാർ എന്താ വിളിക്കാം? സാർ എന്തെങ്കിലും വന്നേ. ഞാനെന്തിനാന്നപ്പ ഇത് മറ്റേത് കേട്ടോ. മറ്റേ നമ്മള് സ്കൂളിലെല്ലാം പോയിട്ട് കറില്ലേ, നിനക്ക് എന്നെ താങ്ങാനൊക്കെ പറ്റാനൊക്കെ വെല്ലുവിളിയൊക്കെ ഇവിടെ. സാറിന് ഗെയിം അറിയില്ലേ? നമ്മൾ നേരത്തെ കളിച്ചോണ്ടിരുന്ന ഗെയിം. അതൊക്കെ സാർ നമ്മളൊരു അക്ഷരം തരും. പിന്നെ എന്ത് ചോദിച്ചാലും ആ അക്ഷരം വെച്ച് മാത്രമേ ആൻസർ പറയാൻ പാടുള്ളൂ. എന്നാ സാറ് വേറെ മറ്റേത് പറ ഗെയിം. നമ്മൾ ഈ മറ്റേത് ഇഷ്ടമായില്ലെങ്കില് നമ്മള് മറ്റേ സൈഡിൽ മാറ്റി വെക്കാം. സാറിന് മറ്റേത് ഇറക്ക്. എന്നിട്ട് നമ്മളെ ഗെയിമിനെ ഫ്രഷ് നോക്കിയ പുച്ഛോ അല്ല ഇപ്പൊ കാണിച്ചില്ല സാർ. നല്ല വെടിക്കെട്ട് കോസ്റ്റ്യൂം വേണം. ഇതന്നെ വെടിക്കെട്ട് വേണം സാർ. ഈ സാറിന് അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അപ്പൊ നല്ല അക്ഷരം കൊടുക്കൂ സാർ. നല്ല അക്ഷരം ഞാൻ ആ ടീച്ചറെ കണ്ടപ്പോ വിചാരിച്ചത് ഭയങ്കര സൈലന്റ് ആയി നിൽക്കുന്ന ടീച്ചറിനെ ബാക്ക്. ഓക്കെ സാർ, ഏത് അക്ഷരം കൊടുക്കും? ഞാൻ പ്ലാ കൊടുക്കാം. പ്ലാവിന്റെ പ്ലാ. അയ്യോ സ്വരാക്ഷരത്തിലും വ്യഞ്ജനത്തിലും വരാത്തൊരു അക്ഷരം. എന്റെ സാർ അനക്ക് ക്ലാസ് എടുക്കാനല്ല, നമ്മള് ഗെയിം കളിക്കോട്. അന്നെ പണ്ട് ക്ലാസ് കൊണ്ട് ഇട്ട അവസ്ഥ എനിക്ക് തോന്നുന്നു ഇപ്പൊ. വ്യഞ്ജനോ ചില്ലോ എല്ലോ. അതെ, പക്ഷെ ഇപ്പൊ അധ്യാപകരുടെ കൂട്ടത്തില് നമ്മളെ ഷോയിലാണ് സാർ വന്നേ. അപ്പൊ നമ്മളൊരു ടീമല്ലേ? അതെ അതെ. അപ്പൊ സാർ ക്വസ്റ്റ്യൻ ലായാണോ? പിന്നെ ഉത്തരം കിട്ടാൻ വേണ്ടിട്ടുള്ള ചോദ്യം. അപ്പൊ ഞാൻ സാറിന് മൈക്ക് കൊടുക്കും. ചോദ്യം പറയും, ഈടെ വരുമ്പോ ആൻസർ പറയും. ഓക്കെ? അത് പോയി മൈക്കിലെടുത്തിട്ട് സാറിന് വന്ന മൈക്ക് കൊടുക്കണേ സാർ ആൻസർ പറയാൻ വേണ്ടിട്ട്. താങ്കളുടെ വണ്ടി ഏതാണ്? വണ്ടി ലപ്സർ. ലപ്സർ അല്ലേ? ശരിക്കും അൾസറാണ്. പൾസർ അല്ലേ വണ്ടി? കിട്ടൂല, ലപ്സറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്കളുടെ ഭാര്യയുടെ പേരെന്താ? ലമീറ. കൊള്ളാം. ഇഷ്ടമുള്ള നിറം ഏതാ? ലളിപ്പ്.
അല്ലേ? ഏതാ അല്ലേ? ഞാൻ നിർത്തിക്കോട്ടെ. നിർത്തില്ല, പേര് വയ്ക്കും സാർ. പേരെന്താ? അസ്ലം അസ്ലം ആക്കിയല്ലേ? ശരിക്കും അക്ഷരം കൊണ്ട് കറക്റ്റ് വേർഡിന് പറയണ്ടേ? ചീറ്റിംഗ് ആണ് സാർ. എന്റെ പേര് അസ്ലം ലാ വെച്ച് ഞാൻ ഇങ്ങനെ പറയും. എല്ലാം ലാ വെച്ചിട്ട് ഏതെങ്കിലും പേര് പറയാം. അസ്ലമില് ലാ ഉണ്ട്. അതൊന്നും നമുക്ക് അറിയണ്ട. എന്റെ പൊന്ന് സാറേ, ഈ സാർ നമ്മൾ ഉത്തരമുട്ടിക്കല്ല സാർ. ഞാൻ നിർത്തിയല്ലേ? എന്താ ചെയ്യാ സാർ? അങ്ങ് സമ്മതിക്ക സാർ. ഇവിടെ നിൽക്കേണ്ട ആളേ അല്ല ഈ സാർ. ഈ സാറ് കോമഡി ഉത്സവത്തിലായിട്ട് പോകേണ്ട ഏതോ സാറാണ്. എന്തോ ഒരു കാരണവശാൽ എന്തോ ഏതോ തലയിൽ വരച്ച മാര എവിടെയോ മാറിപ്പോയിണ്ട് ഇവിടെ എത്തുക കേട്ടോ. കട്ടായിക്കൊന്നല്ല. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ സാറവിടെ നിക്ക്, എന്നാലും സാറൊന്ന് ഫേമസ് ആവട്ടെ. അവര് നമ്മൾ ഓരോരാളെ കിട്ടിയതാ അല്ലേ? അപ്പൊ പീച്ചേട്ട് ഉണ്ട് സാർ. എന്തായാലും ആള് വൈബാണ്. എന്തായാലും ഈ സംഭവം നിർത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടൈം അതിക്രമിച്ചതിനാൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എന്താ ചെയ്യണ്ടേ? അവരുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു സ്കൂളിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മിസ് രവിഷ സീസൺ 2 സൈനിങ് ഓഫ്. ബൈ.